ഇനി നമുക്ക് സിമ്പിളായിട്ട് രസം വയ്ക്കാവേ. അതിനായിട്ട് ഞാനെടുത്തിരിക്കുന്നത് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത്, പിന്നെ മല്ലിയില, കറിവേപ്പില, കടുവറുക്കുക, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇച്ചിരി സാമ്പാർ പൊടി. നമുക്ക് രസപ്പൊടിയില്ല, അപ്പോൾ സാമ്പാർ പൊടി നല്ല ടേസ്റ്റായിരിക്കും. മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് കടുക് വറുക്കാം. എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചു. ഇനി കുറച്ച് കടുകിട്ട് കൊടുത്തു. ഇനി കടുക് പൊട്ടും. നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കടുക് പൊട്ടി. അപ്പം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുഞ്ഞുള്ളിയാണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രസം നല്ല ടേസ്റ്റുമായിരിക്കും, നല്ലതായിരിക്കും, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കളർ മാറുന്നവരെ ഒന്ന് ഇച്ചിരി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വരും. എന്നിട്ട് വീണ്ടും നമുക്കത് വഴറ്റി കൊടുക്കാം. വരണ്ട് വന്ന് അപ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ട് തക്കാളിയാണ്. ഇങ്ങനെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമുക്കല്ലെങ്കിൽ നമുക്ക് തക്കാളി മിക്സിയിൽ നന്നായിട്ട് അടിച്ച് ഇട്ട് കൊടുക്കാം. പക്ഷെ കുറച്ചുകൂടി നല്ലത് ഇതാണ്. നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് തക്കാളി വെന്ത് ഉടയണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി. ഈ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മുടെ എല്ലാ പൊടികളും എന്ത് ചെയ്യാം, ഇതിലോട്ട് തട്ടി കൊടുക്കാം. എന്നിട്ട് ഈ പൊടിയുടെ പച്ചച്ചവ മറിയുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, മാറുന്നവരെ നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വയറ്റിപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ പുളി വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇച്ചിരി വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം. നല്ല കളർഫുള്ളായിട്ടുണ്ട് രസം. നല്ല കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റുമാണ് രസം. കഴിക്കാതെ രസം കഴിക്കില്ല എന്ന് പറയുന്നവർ പോലും ഈ രസം നിങ്ങൾ വെച്ച് കൊടുത്താൽ പെട്ടെന്നാവും. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് രസമാവും. ഓക്കെ, നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് പുളിവെള്ളം, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി കൂടെ വെള്ളം വേണമെങ്കിൽ നമുക്കത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി മല്ലിയില നമുക്കിട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടെ നമുക്കിടാനുണ്ട്. ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉരുക്കി കൊടുക്കാം. ഇനി ഒരല്പം കായം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളയ്ക്കണം. ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്താ നല്ല അടിപൊളിയായിട്ട് രസം, സൂപ്പർ രസമാണ്. നമുക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് രസം കഴിക്കാത്തവരും രസം കഴിക്കില്ല, രസം ഇഷ്ടമില്ലാത്തവരും ഇത് നന്നായിട്ട് കഴിക്കും. അത്ര നല്ല കളർഫുള്ളാണ്. കണ്ടോ, നല്ല വെള്ളം പോലെയല്ല, നല്ല കൊഴുപ്പ് രൂപത്തിൽ, ഇച്ചിരി കൊഴുത്ത രൂപത്തിലായിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ഇത് ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.